പല കാലത്തും പാർട്ടി കോൺഗ്രസ് ചില മുന്നറിയിപ്പുകൾ, ചില ശക്തമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഉദാഹരണത്തിന് 72-ലെ മധുര കോൺഗ്രസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, രാജ്യം ഒരു അർദ്ധ ഫാസിസത്തിലേക്ക് പോകുന്നു എന്ന മുന്നറിയിപ്പ് ബീഹാറിലേക്ക് അവസ്ഥ വെച്ചുകൂടിയാണെന്ന് പറഞ്ഞത്. രാജ്യത്താകെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. 75-ൽ അടിയന്തരാവസ്ഥ. 80-കളുടെ ഇടയിലാണ് രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കരുത്താർജിക്കാൻ പോകുന്ന ഒരു കാലത്തിലേക്ക് രാജ്യം സഞ്ചരിക്കാൻ പോകുന്നു എന്ന് 80-കളിലെ പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞു. സാമ്പത്തിക നയത്തിൽ വരാൻ പോകുന്ന, സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഈ ഉദ്ഘാടന സെഷനിൽ കേട്ട, ബാക്കി ഞങ്ങൾക്കറിയില്ലല്ലോ, പറഞ്ഞത് യോജിച്ച പോരാട്ടം ഉണ്ടാകണം, യോജിച്ച സമരം ഉണ്ടാകണം എന്നാണ്. അത് ഇടതുപക്ഷ പാർട്ടികളുടെ ഇടയിൽ മാത്രമല്ല, ജനാധിപത്യ പാർട്ടികൾക്കിടയിൽ, BJP ഇതര എന്ന് പറഞ്ഞു. അതേ സമയത്തും അതേ കാലത്തും അതേ ദിവസങ്ങളിലാണ് പാർലമെൻറ്റ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഒരു വലിയ പോരാട്ടത്തിന് വേദിയായത്. ഇപ്പോൾ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, മുതിർന്ന നേതാക്കൾ, നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഈ രാജ്യസഭയിലും ലോക്സഭയിലും സംഭവിച്ചത്, ഇടയിലൊന്ന് വളരെ സാന്ദർഭികമായി പറഞ്ഞു വെച്ച ശക്തമായ വാചകങ്ങളുണ്ട്, ഞാനത് മറന്നിട്ടല്ല. നിങ്ങളുടെ ഒരു പൊതുവായ വിലയിരുത്തൽ, നേതാക്കളുടെ ഒരു പൊതുവായ വിലയിരുത്തൽ ലോക്സഭയിലും രാജ്യസഭയിലും നടന്നതിനെ പറ്റി എന്താണ്? അത് നമ്മൾ ഇതിനകം തന്നെ പലരും ശ്രദ്ധിക്കുകയും ചർച്ചയിൽ പറയുകയും ചെയ്തതുപോലെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും BJP നയിക്കുന്ന മുന്നണിക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചത്. അതിന് മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ അത് 400-ലധികം സീറ്റായി, 543 സീറ്റാണ് ലോക്സഭയിലുള്ളത്. അത് 400-ന് മുകളിലേക്ക് പോകണം. 3-2 ഭൂരിപക്ഷം BJPക്കും തനിച്ച് കിട്ടണം. അപ്പോൾ തങ്ങൾക്ക് വേണ്ടതെല്ലാം നടപ്പാക്കാം എന്ന നിലയിലാണ് അവർ നീങ്ങിയത്. അതിന് CPIM ഉൾപ്പെടെ പങ്കെടുത്ത് നടത്തിയ രാഷ്ട്രീയ ഇടപെടലിലൂടെ വിശാലമായ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യം നോക്കിയിട്ടാണ് ഈ ഒരു ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ ചേരി രൂപപ്പെടുത്തി. അതിനെ തുടർന്ന് BJPക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഇന്ന് 2 ക്രച്ചസിലാണ്. നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെയും പിന്നെ നമ്മുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയുടെയും പിന്തുണയിൽ മാത്രം നിൽക്കുന്ന യഥാർത്ഥത്തിൽ ദുർബലപ്പെട്ട ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ. അങ്ങനൊരു ദൗർബല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് അഭിനയിച്ചുകൊണ്ട്, നടിച്ചുകൊണ്ട് തങ്ങളുടെ സംഘപരിവാർ വർഗീയ വിഭജന അജണ്ട, ഡിവിസീവ് പൊളിറ്റിക്സ്, അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വഖഫ് ബില്ല് കൊണ്ടുവന്നതിലൂടെയും മറ്റു പല നടപടികളിലൂടെയും. ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട്, ബുൾഡോസർ ജനങ്ങളുടെ പാർപ്പിടങ്ങൾ ഇടിച്ചു തകർക്കാൻ, ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുടെ ജീവിതത്തെ തകർക്കാൻ ബുൾഡോസർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ളൊരു ബുൾഡോസർ പ്രയോഗമാണ് ഈ വഖഫ് ബില്ല്. അപ്പം സംഘപരിവാറിൻ്റെ വളരെ കുടിലമായ രാഷ്ട്രീയ തന്ത്രം അവരുടെ ഈ സമീപനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കൗശലപൂർവ്വം നീങ്ങുന്ന സംഘപരിവാറിനും ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSനും എതിരായി കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രതിപക്ഷം, ഇടതുപക്ഷം പ്രവർത്തിക്കണം, ഇടതുപക്ഷ ഇതര പ്രതിപക്ഷം പ്രവർത്തിക്കണം. അത്തരത്തിൽ ഇവയെ പ്രവർത്തിപ്പിക്കാൻ കഴിയണമെങ്കിൽ CPMനും ഇടതുപക്ഷത്തിനും അതിന് ഇന്നുള്ള സ്വാധീനം പോരാ. വളരെ പരിമിതമായ സ്വാധീനത്തിൽ നിന്നുകൊണ്ടാണ്, അത് തുറന്ന് സത്യസന്ധമായി പറയുന്ന പാർട്ടിയാണ് CPM. അപ്പം ഈ പാർട്ടി കോൺഗ്രസിലെ ചർച്ചയിലൊന്ന് ഈ വിശാലമായ സമരനിര വികസിപ്പിച്ചെടുക്കുന്നത് എത്രമാത്രം പ്രധാനമാണോ അത്രമാത്രം പ്രധാനമാണ് സ്വതന്ത്രമായി CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ശക്തി വർദ്ധിപ്പിക്കും. പല നിരവധി പാർട്ടി പ്രവർത്തകരെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു പങ്കാളിയുണ്ട്. അവരൊക്കെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നതും അവരെല്ലാം ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള വിഷയം ഇതാണ്. നമ്മുടെ പാർട്ടിയുടെ ശക്തി വർദ്ധിക്കുമോ ഉത്തർപ്രദേശിൽ? അതായത് രാജേന്ദ്രൻ പറഞ്ഞാലേ ഈ ചർച്ച അവിടെ അകത്തു മാത്രമല്ല പുറത്തും നടക്കുന്നു എന്നാണ്. പാർട്ടി അനുഭാവികൾ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടി പ്രവർത്തകർ, ഇവർ പുറത്തത്രയ്ക്ക് എത്തുന്നു, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. അവരുടെയും ഒരു ചിന്ത ഇതാണ്. ഇതിനിടയിൽ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് രാജേന്ദ്രൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ പ്രതിപക്ഷ നേതാവും ആ ഉത്തരവാദിത്തം അനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ ജാഗ്രതയോടെ പാലിക്കണം, നിറവേറ്റണം എന്നൊരു കാഴ്ചപ്പാട് ഇന്നലത്തെ ലോക്സഭയിലെ അനുഭവം തോന്നിപ്പിക്കുന്നുണ്ടോ ശ്രീ ബേബി? അത് പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം പ്രശ്നമല്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ചില ആത്മപരിശോധന നടത്താൻ തയ്യാറാവണം. ഇപ്പോൾ CPM ഈ പാർട്ടി കോൺഗ്രസിലും ഒക്കെ നടത്തുന്നത് ഇതേ ആത്മപരിശോധനയാണ്. എന്തുകൊണ്ട് ദരിദ്രരായ ജനങ്ങളുമായിട്ട് വേണ്ട പോലെ റിലേറ്റ് ചെയ്യാൻ പാർട്ടിക്ക് പറ്റുന്നില്ല? അതിൽ PBയും CCയും സംസ്ഥാന നേതൃത്വങ്ങളും ഉൾപ്പെടെ വരുത്തേണ്ട തിരുത്തലുകൾ എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് ആത്മവിശ്വാസം നടത്തണം. 2 തുടർച്ചയായിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഔപചാരിക പ്രതിപക്ഷമാകാൻ വേണ്ടിയിട്ടുള്ള എണ്ണം പോലും ലോക്സഭയിൽ കോൺഗ്രസിനുണ്ടായില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? തുടർച്ചയായിട്ട് കോൺഗ്രസ് ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം അവകാശപ്പെടാനുള്ള 100 സീറ്റിലേക്ക് എത്തി, 50. അതിന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്,
ഒന്ന് രാഷ്ട്രീയമായി കൃത്യമായ ഒരു വിശകലനവും കാഴ്ചപ്പാടുമില്ല. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്നിട്ട് പറഞ്ഞത് RSS ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഞങ്ങൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എത്ര ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ഒരു വിഷയത്തിൽ. സാമ്പത്തിക നയങ്ങൾ, അദാനിയുടെ ക്രോണി ക്യാപിറ്റലിസത്തിനെല്ലാം എതിരായിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. പക്ഷേ നരസിംഹറാവുവിൻ്റെ 1991 ഗവൺമെൻറ് മുതൽ പിന്തുടർന്നതാണ്. നരസിംഹറാവു പ്രധാനമന്ത്രി, മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയുമായിരുന്നു കൊണ്ട് തുടങ്ങിയ ഈ വൻകുത്തകകൾക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സാമ്പത്തിക നയം എന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. ന്യൂ ലിബറൽ എന്നും നവോദാരവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് തെറ്റിപ്പോവും. നവം പുതിയതാണ്, ഉദാരം എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നതാണ്. ഒന്നുമല്ല, തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങളാണ്. നെഹ്റുവിൻ്റെ മിക്സഡ് എക്കോണമി, പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുക്കുക, സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്ന് പറയുകയെങ്കിലും ചെയ്യുക, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നീങ്ങുന്നത്. അപ്പോൾ സാമ്പത്തിക നയങ്ങളിൽ വലിയ സ്വയംവർഷം നടത്തി തിരുത്തലുകൾ വരുത്താൻ കോൺഗ്രസ് തയ്യാറാകണം. ഇടതുപക്ഷ ഇതര പാർട്ടികൾ പൊതുവിൽ തയ്യാറാകണം. പ്രധാനപ്പെട്ട ചില പ്രാദേശിക പാർട്ടികളും ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിൻ്റേതുപോലുള്ള സമീപനമാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുക്കണം. എവിടെയെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടാൻ വേണ്ടി RSSൻ്റെ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സംഘടനകളുണ്ട്. ആ ന്യൂനപക്ഷ സംഘടനകളുമായിട്ട് സന്ധി ചെയ്യാൻ കോൺഗ്രസിനൊരു മടിയുമില്ല. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ്സിനുണ്ടായിരുന്ന സാമ്രാജ്യത്വ പോരാട്ടത്തിൻ്റെ ഒരു പാരമ്പര്യം അത് ഇവർക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത്, ഇവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈമോശം വരിക എന്ന് പറഞ്ഞാൽ അറിയാതെ കയ്യിൽ നിന്ന് ചോർന്നു പോകുക എന്നാണ്. അങ്ങനെയല്ല, ബോധപൂർവം തന്നെ ഒരു ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും തുടർന്ന്.